കറക്റ്റ് ഷെഡ്യൂളിനനുസരിച്ച് പോയി. അങ്ങനെയുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പ്ലാൻ ചെയ്യാൻ അറിയില്ല. ഞാൻ ഇവിടുത്തെ കറക്റ്റ് ഷെഡ്യൂളിനനുസരിച്ച് പോയിട്ട് അങ്ങനെ ചെയ്തു പോയതാണ്. അതുപോലെ ഞാൻ അത്രയും സ്ട്രെസ് ചെയ്തതാണ്. 100ന്റെ ഉള്ളിൽ വരുന്നതാണ് ഒരു കൂടെ ഇന്ന് വന്നിട്ടുള്ളത് ആക്ച്വലി റിഷാദ് മുന്നയാണ്. റിഷാദ് മുന്നയും എൻ്റെ ഉപ്പയും ഉമ്മയുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഫാമിലി സ്റ്റോറി ഉണ്ട്. എന്തായിരുന്നു ഇവരുടെ ഒരു നീറ്റ് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫൈനലി നല്ല റിസൾട്ടൊക്കെ മേടിച്ചിട്ട് സന്തോഷത്തിലാണുള്ളത്. അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇന്നിവിടെ ഈ സോഫമേൽ എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ടാവുക. സോ നമുക്കൊന്ന് കേട്ടു നോക്കാം മുഴുവനായിട്ട്. കഴിഞ്ഞ വർഷത്തിന് ഇന്ന് 622 ഉണ്ടായിരുന്നു. 30 മാർക്കിൻ്റെ താഴെയിലാണ് സന പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് എങ്ങനെ ആക്ച്വലി നീ ഡോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? ഡോപ്പയിൽ ഉമ്മൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് ഇവിടെ പഠിച്ചാണ്. അവള് കഴിഞ്ഞ ഡിഷ് റിപ്പീറ്റ് ചെയ്ത് പോലെ വഴിയാണ് ഡോപ്പിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ച ഒരാളെ കോൾ ചെയ്ത് മൂപ്പര് ഇതിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഇംസ് ബാച്ചിൽ പഠിച്ച ഒരാളായിരുന്നു. മൂപ്പര് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അങ്ങനെ വന്ന് അഡ്മിഷൻ എടുത്തായിരുന്നു. അവിടെ ജോയിൻ ചെയ്യാന്നുള്ള രൂപത്തിലേക്ക് വന്നായിരുന്നു. എപ്പോഴാണ് നീ അഡ്മിഷൻ എടുക്കാനും രണ്ടാമത്തെ പ്രാവശ്യം കൂടി ഇരിക്കാമെന്നൊക്കെ തീരുമാനിച്ചപ്പോഴായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ കിട്ടുന്നതിന് പോകാനുള്ള വീട്ടിലേഞ്ഞു. അപ്പോൾ ഉപ്പയും പറഞ്ഞ് ഉമ്മയും പറഞ്ഞ് എനക്ക് പഠിച്ചാൽ കിട്ടുമെന്ന് ഇപ്പോൾ പറഞ്ഞ് പഠിച്ചാൽ കിട്ടും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്, ബാക്കി തീരുമാനിച്ചു പറഞ്ഞ്. അപ്പോൾ ഞാൻ പിന്നെ വന്നപ്പോഴും എനിക്ക് ഒരു ഇതില്ല, സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊരു ഇതില്ല. അപ്പോഴും അഡ്മിഷൻ കൊടുക്കാനുള്ള ടൈം ആവണേ ഉള്ളൂ, മറ്റേ അലോട്ട്മെൻറ്റിന് കൊടുക്കുന്ന ടൈം. അപ്പോൾ ഞാൻ അപ്പോഴും മെൻറ്റർമാരെ ചോദിച്ചു. മെൻറ്ററും പറഞ്ഞ് നീ എടുക്കണ്ടെന്ന് അറിയില്ല, ചിലപ്പോൾ എടുത്താൽ ഈ റിഗ്രറ്റ് അടിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും തുടങ്ങിയില്ലേ, അപ്പോൾ അതിൽ തന്നെ അടുത്ത് നിൽക്കാന്ന് വിചാരിച്ച് തീരുമാനിച്ച് ചെയ്തതാണ്. ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടിയൊക്കെ റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും പഠിക്കാൻ? ഉണ്ട്. ലാസ്റ്റ് അവസാനം ഞാൻ കിട്ടുന്നതിന് പോകാൻ വിചാരിച്ചു. ആയുർവേദ BDS എന്താണേലും പോകാൻ വിചാരിച്ച്. പിന്നെ ഇവരും ഇങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെൻറ്ററും ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും തുടങ്ങിയില്ലേ ഫുള്ളായി ഇതാക്കിയിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെയൊക്കെ വെച്ചിട്ടാ. എന്തായിരുന്നു ആക്ച്വലി ഈ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവില്ലേ? എന്ത് വിചാരിച്ചിട്ടാണ് പഠിച്ചോണ്ടിരുന്നത്? എന്തായാലും ലാസ്റ്റ് അവസാനം ഇവിടെ വന്നേരം എന്താ CMCനെ കുറിച്ച് നമ്മളെല്ലാം കണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ വന്നേരം ഡോക്ടർ എന്താണ്, ഡോക്ടർ അതിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ ഒരു ആവണം എന്നുള്ളൊരു ലക്ഷ്യം തോന്നി. അങ്ങനെ ആ ഇതിൽ അവിടെ തന്നെ എത്തിച്ചേരണം എന്നുള്ളൊരു ഫ്ലോ കിട്ടി. അപ്പോൾ അതിലിങ്ങനെ പോയി എത്തിയതാണ്. അത്ര അല്ല, നമ്മളിങ്ങനെ പറയില്ലേ, നമ്മൾ ആക്ച്വലി എന്ന് വെച്ചാൽ ഈ വർഷം ഞാനിങ്ങനെ പല കുട്ടികളും പഠിക്കുന്ന സാധനങ്ങളെ കണ്ടിട്ടുണ്ടാവും. അവർ വെച്ചാൽ ചില ആൾക്കാർ പഠിക്കുന്നത് വെച്ചാൽ എനിക്ക് 1ാം റാങ്ക് തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് MBBS തന്നെ വേണം. ചില ആൾക്കാർ പറഞ്ഞു വെച്ചാൽ ഞാൻ എൻ്റെ മാക്സിമം പണിയെടുക്കും, ഞാൻ റിഗ്രറ്റ് അടിക്കില്ല. അങ്ങനത്തെ ഒക്കെ കുറേ അംബീഷൻസ് എയിംസ് ഒക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താ നിനക്കൊരു പേഴ്സണലി ഫീൽ ചെയ്യുന്ന സാധനം എന്താ? പേഴ്സണലി ഫീൽ ചെയ്ത് ഞാനിങ്ങനെ ഇത് കിട്ടുന്നതിന് പോകാൻ വിചാരിച്ചപ്പോൾ വീട്ടുകാരെ സപ്പോർട്ട് എല്ലാം കാരണം. അപ്പോൾ എനിക്ക് MBBS എന്തായാലും നേടണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ വന്നേരം തന്നെ സത്യം ഇവിടെ വന്നേരം നമ്മളെ ആപ്പിൽ കുറേ വീഡിയോ ഉണ്ടല്ലോ ഓരോ കോളേജിനെ പറ്റി. അതിലാണ് ഞാൻ എയിംസിനെ പറ്റിയൊക്കെ അറിയണത് തന്നെ. അപ്പോൾ എയിംസിനെ പറ്റി നല്ലോണം അറിഞ്ഞ് അപ്പോൾ എയിംസിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം വന്ന്. പിന്നെ നമ്മളെ മെൻറ്റർമാരും സാർമാരും ഒക്കെ CMC പഠിച്ച് CMCനെ പറ്റി അറിഞ്ഞ് അങ്ങനെ അവിടെ എവിടെയെങ്കിലും നല്ലൊരു കോളേജിൽ എത്തണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പഠിച്ച്. അപ്പം പിന്നെ ഇപ്പോൾ ലാസ്റ്റിലേക്ക് 720 ആണ് ലക്ഷ്യം എന്ന് പറഞ്ഞ് 720ക്ക് വേണ്ടി പഠിച്ച്. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ ശരിക്കും 720 ആണ് അവസാനം നമ്മളെ റിവിഷൻ ഇതിൽ ഫുള്ള് 720 എത്തണോ. മറ്റേ നമ്മളെ ഫസ്റ്റ് മോഡ് ഉണ്ടല്ലേ, ഫോക്കസ് മോഡ് മുമ്പല്ലേ, അതിൽ മറ്റേ ഫുള്ള് റിവിഷൻ കഴിയുമ്പോൾ എനിക്ക് 700 എത്തണമെന്ന് ആദ്യ ലക്ഷ്യം. അപ്പോൾ അതിൽ ഏറ്റവും ലാസ്റ്റത്തെ എക്സാമിൽ നമുക്കറിയാം, ഏറ്റവും ലാസ്റ്റത്തെ എക്സാമിലാണ് എനിക്ക് 700 അടിച്ച് ഞാൻ. പിന്നെ 720 ലക്ഷ്യം. പിന്നെ അങ്ങനെ പഠിച്ച് ലാസ്റ്റ് 2-3 എക്സാമിൽ 700 അടിച്ചാണ്. അങ്ങനെ പഠിച്ച് അങ്ങനെ പോയത്. അങ്ങനെ എന്തായാലും അവിടെ ഒരു 720 അടിക്കണം എന്നുള്ളൊരു പ്ലാനിൽ തന്നെ മുന്നോട്ട് ഇങ്ങനെ വെച്ച് പോകുന്നുണ്ടായിരുന്നു. ശരിക്കും ഇതിനകത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ള പാർട്ട് എന്തായിരുന്നു ഇതിനകത്ത്? ഏറ്റവും ഡിഫിക്കൽട്ടായി ഈ റിവിഷൻ മോഡ് കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലോ സാർ പറയുമ്പോൾ പെട്ടെന്ന് റിവൈസ് ചെയ്യണമല്ലോ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ചിലതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ ഓരോന്ന് വരുമ്പോൾ ചില ടെൻഷൻ വരും. എനിക്ക് ടെൻഷൻ വന്ന് അവസാനത്തെ മാർച്ച് മാസം ഉണ്ടല്ലോ, ആ മാസത്തിൽ നമ്മൾ പെട്ടെന്ന് സാറ് ബീസ്റ്റ് മോഡിലുണ്ടായല്ലോ. അപ്പോൾ നമ്മൾ ഫാസ്റ്റിൽ റിവൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചിലതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ടെൻഷൻ വരിക. അങ്ങനത്തെ ഒരു അതേ ഏറ്റവും എൻ്റെ ഡിഫിക്കൽട്ടായിട്ടുള്ളത്. പിന്നെ ഡിസംബർ മാസം എനിക്ക് മൊത്തം പോയിക്കണ്. എന്താ വെച്ചാൽ ചെറിയൊരു അസുഖം വന്ന് നല്ല ചുമയൊക്കെ വന്ന് അങ്ങനെ ഒരു മാസം മൊത്തം എനിക്ക് ഒരു ഇതായിക്കണേ. എക്സാം മൊത്തം ഇതുണ്ടെന്നുള്ളത്, ക്ലാസ് അധികം മിസ്സായി. അങ്ങനെയൊക്കെ ഒരു അതേ എൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഫേസ് അത് കഴിഞ്ഞു. ഈ ഡിഫിക്കൽട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ആക്ച്വലി അത് എങ്ങനെയാണ് നീ ഓവർകം ചെയ്തെടുത്തതിൻ്റെ ഡിഫിക്കൽട്ടീസ്? വീട്ടിൽ നിന്ന് ക്ലാസ് കാണും. പിന്നെ എക്സാം എല്ലാം ഞാൻ അവിടെ വന്ന് എക്സാം എഴുതലുണ്ട്. എക്സാമിൻ്റെ ടൈമിന് ഞാൻ അവിടെ ഉണ്ടാവില്ല. എക്സാം ഇവിടെ എഴുതിയിട്ട് ചിലപ്പം തലേന്ന് വരും, പിറ്റേന്ന് പോകും. അവസ്ഥയൊക്കെ വന്നിന് എക്സാമിൻ്റെ ടൈമിൽ. പിന്നെ
ആ ഫേസിൽ എന്തായാലും ഇതുണ്ടല്ലോ, എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പണിയെടുക്കും, അങ്ങനെ ശ്രദ്ധിച്ച് നോക്കി പോവുക. ശരിക്കും ഈ ഇങ്ങനെ പറയുകയാണെങ്കിൽ എത്രത്തോളം പണിയെടുത്തിട്ടുണ്ട് നിന്റെ ഒരു അഭിപ്രായത്തിൽ? അതിപ്പോൾ പറയാൻ പറ്റില്ല, നല്ല പണിയെടുത്തു. അത്യാവശ്യം ഫുള്ള് ഇടയ്ക്ക് ലീവ് ഉണ്ടെങ്കിലും ബാക്കിയുള്ള ടൈമിൽ നമ്മൾ ഇരുന്ന് പഠിക്കല്ലേ, വേറൊരു ഡിസ്ട്രാക്ഷനോ ഒന്നുമില്ല, ഇരുന്ന് പഠിക്കന്നെ. അപ്പോൾ നമ്മൾ ദിവസം തന്നെ ഞാൻ നൈറ്റ് ബാച്ച് ആയിരുന്നു. നൈറ്റ് ബാച്ച് ആകുമ്പോൾ രാവിലെ 8:15 സാറ് മീറ്റിങ്ങിന് കയറും. അവിടുന്ന് പിന്നെ രാത്രി വരെ പഠിക്കും. രാത്രി 2:30 വരെ പഠിക്കും. 2:30 വരെ കുത്തിന് പഠിക്കും. അങ്ങനെ പഠിക്കും. അത് അത്രയും ഡിഫിക്കൽട്ടായിട്ട് ഇങ്ങനെ പഠിച്ചു തന്നെ. അതിനിടയിൽ ബ്രേക്ക് എടുക്കുക, കളിക്കുക. ബ്രേക്ക് നമ്മൾ ഇവിടെ സാറ് കാണലുണ്ടല്ലോ, നമ്മൾ ഇടയ്ക്ക് വൈകുന്നേരം ഒരു നമ്മൾ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഷട്ടിൽ കളി അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇവിടുത്തെ തരുന്ന ബ്രേക്ക് അധികം അങ്ങനെ എടുക്കുക, വല്ലാണ്ട് അധികം എടുക്കാറില്ല. എടുക്കാറുന്ന സാധനങ്ങളില്ല. ഒരു ദിവസത്തെ ഒരു ഡെയിലി റുട്ടീൻ പ്ലാൻ എങ്ങനെയായിരുന്നു? ഡെയിലി പ്ലാൻ വെച്ചാൽ രാവിലെ ഞാൻ സത്യം 8:15 ആകുമ്പോൾ നീക്കും, ഫുഡ് കഴിക്കും, സാറ് മീറ്റിങ്ങിന് കയറും. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കറക്റ്റ് ഷെഡ്യൂൾ ഉണ്ടാവുമല്ലോ, ഷെഡ്യൂളിനനുസരിച്ച് കറക്റ്റ് ചെയ്തു പോവും. ഉച്ചവരെ ആ കറക്റ്റ് ക്ലാസ് കാണാനോ എന്തായാലും വെച്ചാൽ ഉണ്ടാവും. ഇപ്പോൾ അവസാനം റിവിഷൻ ടൈമിനാണെങ്കിൽ അവസാനം 2:00 മുതൽ 5:00 വരെ ഫിക്സ്ഡ് ടൈമാണ് എക്സാം. അതിപ്പോൾ നമുക്ക് ഡോപ്പ ഇല്ലാത്ത എക്സാം ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ മോക്ക് ചെയ്തു. അപ്പോൾ അവസാനം ഒരു മാസം എന്തായാലും 30 ദിവസം നമ്മൾ എല്ലാ ദിവസവും മോക്ക് ചെയ്തേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ നൈറ്റ് അതിൻ്റെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് അതിൻ്റെ അനാലിസിസ് കഴിക്കും. പിന്നെ നമുക്ക് അതിന് തെറ്റിയ ഭാഗം ഉണ്ടാവുമല്ലോ, അത് പഠിക്കും. അങ്ങനെ ചെയ്തു പോലെയായിരുന്നു. ഫുൾ സാധനങ്ങളും നിന്റേതായിട്ടുള്ള സാധനങ്ങളാണോ അതോ ഡോപ്പേന്ന് പ്രൊവൈഡ് ചെയ്ത സാധനങ്ങളാണോ കൂടുതൽ നീ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഇവിടെ തന്നത് കറക്റ്റ് ഷെഡ്യൂളിനനുസരിച്ച് പോയി. അങ്ങനെയുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പ്ലാൻ ചെയ്യാൻ അറിയില്ല. ഞാൻ ഇവിടുത്തെ കറക്റ്റ് ഷെഡ്യൂളിനനുസരിച്ച് പോയിട്ട് അങ്ങനെ ചെയ്തു പോയതാണ്. അല്ലാണ്ട് സ്വന്തമായിട്ട് പ്ലാൻ ഇട്ട് ഇടും, പക്ഷെ അത് തോന്നി കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല. ശരിക്കും നീ നമ്മളടുത്ത് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ സാധനങ്ങളും നീ അനുഭവിക്കുന്ന ആൾക്കാരാണ്. നീ ക്ലാസ് കണ്ടിട്ടുണ്ട്, ഷെഡ്യൂൾ കണ്ടിട്ടുണ്ട്, ഇനി എക്സാം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഏറ്റവും നിന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത സാധനം എന്തായിരുന്നു? എക്സാം ആയിരുന്നു. അത്യാവശ്യം നമ്മൾ സാറിനെ പറയണല്ലോ, നമ്മൾ റിവിഷൻ തുടങ്ങിയതിൻ്റെ ഓർമ്മയിൽ ജനുവരി ലാസ്റ്റിലായിട്ട്, ജനുവരി 29 മുതൽ നമ്മൾ എക്സാമിന് 2 ദിവസം മുമ്പ് വരെ, എക്സാമിന് ഞായറാഴ്ച എക്സാം വെച്ചാൽ വെള്ളിയാഴ്ച വരെ നമുക്ക് മോക്ക് എക്സാം ഉണ്ടായിരുന്നു. അതായത് 125 എക്സാം ഇട്ടാൽ സാറ് 720 എക്സാം നമ്മൾ എഴുതിക്കണല്ലോ. അപ്പോൾ അതല്ലാണ്ട് തന്നെ ഡെയിലി നമ്മൾ ഇടയ്ക്ക് ഓരോ ഡെയിലി എക്സാം ഉണ്ടാവും. 30 ക്വസ്റ്റ്യൻ ആയാലും സ്പെഷ്യലായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ട് സീരീസ് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ 30-45 ക്വസ്റ്റ്യൻ എക്സാം വരെ, രാവിലെ 1, രാത്രി 1, ഉച്ചക്ക് 1. അപ്പോൾ അത്ര എക്സാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് തോന്നി ടെൻഷനും കുറയും. നമുക്ക് ഒരു എന്താ പഠിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ഇനി എവിടെയൊക്കെ നമുക്ക് നല്ല ഇതുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ എനിക്ക് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത എക്സാം തന്നെ. ഫുൾ എക്സാം ചെയ്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എന്തോ മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഏതെങ്കിലും എക്സാം ഒക്കെ മിസ്സായി പോകും, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? മിസ്സാവണ കുറവാണ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞില്ലേ, ഡിസംബറിൽ എനിക്ക് അധികം എന്തായിരുന്നു. പക്ഷേ ഞാൻ എക്സാമിൻ്റെ തലേന്ന് വന്നിട്ട് പിറ്റേന്ന് പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയിക്കണ്. അല്ലാണ്ട് എക്സാം ഞാൻ മിസ്സാക്കിയില്ല അധികം. ശരി, ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടുക എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളുണ്ടാവും? അങ്ങനെ വെച്ചാൽ പ്രാക്ടീസ് തന്നെ. ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു. ചെയ്യുമ്പോൾ ഇരുന്ന് ചെയ്യും. കാരണം പറയുമ്പോൾ തന്നെ 400-500 അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അത് നമ്മളെ ലക്ഷ്യത്തിലുണ്ടാവും. പക്ഷെ അത്ര എത്തിയില്ലെങ്കിലും ഡെയിലി എക്സാം ചെയ്ത് മറ്റേത് എല്ലതും കൂടി ആയിട്ട് എന്തായാലും ഒരു 300-350 ക്വസ്റ്റ്യനൊക്കെ മിനിമം ഒരു ദിവസം ചെയ്യലുണ്ടായിരുന്നു. അതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്തുള്ള ആൾക്കാർ ഒക്കെ ചോദിക്കുന്ന സാധനം, നീ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി? ഇപ്പോൾ ആക്ച്വലി ഇതൊക്കെ 300-400 ക്വസ്റ്റ്യനൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്ന സാധനമല്ലേ? നീ തുടങ്ങുമ്പോൾ നീ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്തത്? തുടങ്ങുമ്പോൾ ഒരിക്കലും കഴിയില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ അറിയണമല്ലോ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യും, കിട്ടൂല. അപ്പോൾ അതിൻ്റെ ആൻസർ കീ നോക്കി അങ്ങനെ മനസ്സിലാക്കി ഓരോന്ന് പ്രത്യേകിച്ച് ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ നമ്മൾ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കി എടുക്കണം. ആദ്യത്തെ ലാപ്പ് നമ്മളെ റിവിഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ലാപ്പിൽ മൊത്തം അത് ചെയ്യും. അതിന് വീക്ക്ലി എക്സാം ഉണ്ടാവും, അതിൽ അനാലിസിസ് ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ചെയ്ത് പഠിക്കുന്ന സാധനമാണ്. ഞാൻ ചോദിക്കുന്ന സാധനമാണ് ഈ ലാസ്റ്റിലേക്ക് നീ പറഞ്ഞില്ലേ ഒരു 350-400 ചോദ്യമൊക്കെ ഒരു ദിവസം ചെയ്യുമായിരുന്നു. തുടക്കത്തിൽ അങ്ങനത്തെ ഒരു കൗണ്ട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? തുടക്കത്തിൽ മിനിമം ഒരു 100-150 ചിലപ്പോൾ എത്തൂല. 100-150 ക്വസ്റ്റ്യൻ തന്നെ എത്തുണ്ടാവില്ല. അത് എത്തൂല. എന്താ വെച്ചാൽ നമ്മൾ ഫിസിക്സ് ഒക്കെ ഓരോ ചാപ്റ്റർ ഇങ്ങനെ ഓരോ പഠിച്ച് വരികയല്ലേ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത് വരുന്നതിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വണ്ടീൻ്റെ ഓടിയ മറ്റേ മെക്കാനിക്സിൻ്റെ ഭാഗം എല്ലാവർക്കും ഒന്ന്
എല്ലാവർക്കും ഒന്ന് പഠിക്കേണ്ടി വരും. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണമല്ലോ. സാറേ പോലെ പറയും പോലെ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയെന്ന് മനസ്സിലാക്കണമല്ലോ. ക്വസ്റ്റ്യൻ്റെ ഐഡിയ കിട്ടാൻ അത് ചിലപ്പോൾ ചിലവർക്ക് ടൈം എടുക്കും, ചിലവർക്ക് അത് വേഗം കത്തും. നിന്നെ സംബന്ധിച്ചിട്ട് എങ്ങനെയായിരുന്നു നിന്റെ ബാച്ചിൽ നീ നിനക്ക് മനസ്സിലാവുന്ന പോലെ മനസ്സിലാവാത്ത പോലെ നിനക്ക് അങ്ങനെ ഡിഫിക്കൽട്ടി ബാക്കിയുള്ളവർക്ക്? അത് കുറേ ഉണ്ടാകലുണ്ട്. ബാക്കിയുള്ള ചിലവരൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതങ്ങനെ ചെയ്യുക ഇതിങ്ങനെ ചെയ്യാന്നൊക്കെ. പക്ഷേ എനിക്ക് ക്വസ്റ്റ്യന് മനസ്സിലായില്ലെങ്കിലും അതെങ്ങനെ ചെയ്യേണ്ടിയെന്നൊരു ഐഡിയ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ്റെ ഇതെങ്ങനെ, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ, അതിനനുസരിച്ച് ഞാൻ അധികം അങ്ങനെ ചെയ്യല്. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയാം, അതെങ്ങനെ ചെയ്യണം എന്നറിയാം. സാറ് പറയുന്നത് സാറിന് മറ്റേ വേസിലൊരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എനിക്ക് എങ്ങനെ ചെയ്യേണ്ടിയെന്നറിയാം. അപ്പോൾ അതിൽ ചെയ്തു പോലെ അധികം നമ്മളതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കി വെച്ചിട്ട് ഈ നമ്മളെ നീ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റല് അല്ലെങ്കിൽ അങ്ങനെ സ്ഥലത്ത് ഒരു ആംബിയൻസ് സാധനങ്ങളൊക്കെ ഇല്ലേ, അതായത് കൂടെയുള്ള ആൾക്കാർ, ഹോസ്റ്റലിലുള്ള രീതി, സാധനങ്ങൾ, അത് അതിനെപ്പറ്റി നിന്റെ ഒരു ഞാൻ പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ മോശമുള്ള കാര്യങ്ങൾ മോശം ഉണ്ടെന്ന് തന്നെ പറയണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. എന്താ നിന്റെ ഒരു അഭിപ്രായം ആക്ച്വലി? വാട്ട് വാസ് ദാറ്റ് ഒരു ആംബിയൻസ് എങ്ങനെയായിരുന്നു പഠിക്കുന്നത്? ആംബിയൻസ് ക്ലാസ്സിൽ എല്ലാവരും പഠിക്കണം എന്ന് ചിന്ത ഉള്ളതല്ലേ, ആർക്കും ഉഴപ്പണം എന്നുള്ള ഇതില്ല. കാരണം നമ്മുടെ എയിംസ് ബാച്ചിലായിരുന്നല്ലോ. അപ്പം എല്ലാവർക്കും ഒരു പഠിക്കണം എന്നുള്ളുണ്ട്, എങ്ങനെയെങ്കിലും എത്തിച്ചേരണം എന്നുള്ള ഇതുള്ളതല്ല. അലമ്പ് ആക്കണം, ഉഴപ്പണം അങ്ങനെയുള്ള ഒരു ഇതില്ല. അങ്ങനെ ഇവിടെ സാറിന് അറിയില്ല, ഹോസ്റ്റലിൽ ഈ ചാടാൻ പറ്റിയ ഇഷ്ടം പോലെ അവസരമുണ്ട്. പക്ഷെ ആരും അങ്ങനെ ഒരു പരിപാടിക്ക് നിന്നില്ല. എല്ലാവരും പഠിക്കണം എന്നുള്ളതിൽ ഫുള്ള് എവിടെ നോക്കിയാലും എപ്പം നോക്കിയാലും ക്ലാസ്സിലാളുണ്ടാവും. ചിലവർ രണ്ടണിക്ക് എണീച്ച് വന്ന് 5 മണിക്ക് പോകണ അങ്ങനെയൊക്കെ ഉണ്ടാവും. എപ്പം നോക്കിയാലും ക്ലാസ് കുത്തിന് ക്ലാസ്സിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും. അപ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ടാവും. പിന്നെ നമ്മൾ ചിലപ്പോൾ രാവിലെ എണീച്ച് നോക്കിയാൽ റൂമിൽ ആരും കാണൂല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ആംബിയൻസ് എല്ലായിടത്തും കിട്ടും. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് കയറി പോയാൽ എന്തായാലും നമ്മൾ ചെയ്തു പോകും. ആ ഒരു സാധനത്തിലേക്ക് പോകണം. അത് എത്രത്തോളം നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ആ ഒരു സാധനത്തിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ ഒഴിവാക്കാനേ നോക്കും, എല്ലാവരും ചെയ്യുന്ന പോലെ ഒഴിവാക്കാനേ നോക്കും. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നൂല. കാരണം എന്താ, ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് പഠിക്കാൻ നമ്മൾ എന്താ എങ്ങനെയെങ്കിലും ഇപ്പം നമ്മൾ ഒരു കൊല്ലം പോകും, പിന്നെയും പോകും, ഒത്തിരി പഠിക്കാനല്ല അവസ്ഥയില്ലല്ലോ. അപ്പം ഇരുന്ന് പഠിക്കാനെന്നുള്ള ഒരു ഇതും നമുക്ക് ആംബിയൻസ് തന്നെ കിട്ടും എവിടെ നോക്കിയാലും. എനിക്ക് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കട്ടോ, നിങ്ങൾ ഹോസ്റ്റലിലേക്ക് നിൽക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു രസമുള്ള സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? രസമുള്ള സംഭവങ്ങൾ പറഞ്ഞാൽ നമ്മള് അത്യാവശ്യം അങ്ങനെ വെച്ചാൽ ക്ലാസ്സിൽ തന്നെ ഇത് മെൻറ്റർമാർ വരുമ്പോൾ മെൻറ്റർമാർ ഓരോ ഇത് പറയുമല്ലോ, കോളേജിനെ പറ്റി പറയുക അതൊക്കെ. പിന്നെ ഇടക്ക് ഇവിടെ ഗെയിം ഇതൊക്കെ ഉണ്ടല്ലോ, ഓണത്തിൻ്റെ വടംവലി അതൊക്കെ, അങ്ങനെ തന്നെ റെഡ് കാർപ്പറ്റ്, അങ്ങനെ എല്ലാം നല്ല ഇതായിരുന്നു. നിങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധനം? നിങ്ങൾ സീരിയസ്ലി ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ഒരു സഫറിംഗ് എന്ന് പറയും, എൻജോയ്മെന്റ് എന്ന് പറയും, രണ്ട് സാധനമാണല്ലോ. നിങ്ങൾ ഈ ഒരു ലൈഫിൽ ആക്ച്വലി ഈ ഒരു വർഷത്തിൽ ഏത് സൈഡിലായിരുന്നു കൂടുതൽ സഫറിംഗ് ആയിരുന്നോ അത് എൻജോയ്മെന്റ് ആയിരുന്നോ, നടുവിലായിരുന്നോ? നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടില്ലേ? സഫറിങ് എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിനനുസരിച്ച് സാർമാരെ നമ്മൾ എൻജോയ്മെന്റ് ചെയ്യിക്കാനും നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇതാക്കുക, വരുമ്പം തന്നെ ഓരോ തമാശ അറിയുക, എന്തെങ്കിലുമൊക്കെ ഷിബ്ലി സാറൊക്കെ വന്ന ക്ലാസ് പാട്ട് പാടും, അങ്ങനെയൊക്കെ ഓരോന്നുണ്ടാവല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സഫറിങ് ഉണ്ടെങ്കിലും അതിനനുസരിച്ച് സാർമാർ പറയാനുണ്ട് അത്ര സഫർ സഫറിങ് ഉണ്ടാവും, അത് മാനേജ് ചെയ്യാനുള്ള വഴി നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സഫറിങ് അല്ലാണ്ട് ഇതാവൂല. അപ്പോൾ മാനേജ് ചെയ്യാനുള്ള വഴി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പോകും. ഈ പറയണ ഒരു സാധനമാണ് സ്ട്രെസ്ഫുൾ ആണെന്ന് പറയും സിറ്റുവേഷന്. എത്രത്തോളം സ്ട്രെസ്ഫുൾ ആണ്? അത് എങ്ങനെയാണ് നമ്മൾക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? സ്ട്രെസ്ഫുൾ ആയിരിക്കും അത് എന്തായാലും. ഈ പഠിക്കുന്നവർക്കേ സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഇരുന്ന് പഠിക്കുന്നവർക്ക് എന്തായാലും സ്ട്രെസ് ഉണ്ടാവും, സ്ട്രെസ് ഇല്ലാതെ നിൽക്കില്ല. അപ്പോൾ നമ്മൾ അതിന് മാനേജ് ചെയ്യാനുള്ള വഴിയും ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് നമ്മൾക്ക്. പിന്നെ അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിയാണ്. അത് നമ്മൾ സ്ട്രെസ് ഇപ്പോൾ മാനേജ് ചെയ്യുക വെച്ചാൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് അതിലെങ്ങനെ ഇതാവണം എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ചില എക്സാം എഴുതുമ്പോൾ ഭയങ്കര ആശ്വാസമായിരിക്കും, ചില എഴുതുമ്പോൾ നമുക്ക് ഭയങ്കര വെള്ളമായിരിക്കും. ഞാനിങ്ങനെ ചോദിക്കുകയാണ്, സ്ട്രെസ് ഫ്രീ അന്തരീക്ഷത്തിൽ പഠിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ പറയും? അങ്ങനെ ഒരു പഠിക്കുന്ന ഒരാൾക്ക് അങ്ങനത്തെ ഒരു അന്തരീക്ഷം കിട്ടൂല. എന്തായാലും പഠിക്കുമ്പോൾ കുറച്ച് സ്ട്രെസ് ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ പ്രത്യേകിച്ച് എക്സാം എഴുതുന്ന ആളാണെങ്കിൽ എക്സാം എഴുതുമ്പോൾ എന്തായാലും ചില ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടൂല, തെറ്റിപ്പോവും, സില്ലി മിസ്റ്റേക്ക്. അങ്ങനെ വരുമ്പോൾ സ്ട്രെസ് എന്തായാലും ആംബിയൻസ് ആയിട്ട് സ്ട്രെസ് അവിടെ എല്ലാ ഇതിലും ഉണ്ടാവും. അപ്പം നമ്മൾ അതിനെ മാനേജ് ചെയ്യുക, ആ സ്ട്രെസ്സിൽ നമ്മൾക്ക് ഒരു ആശ്വാസം കണ്ടെത്തുക, അതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഫൈനലി ഇപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കണ ഒരു സമയത്ത് ഇപ്പം നിനക്ക് എന്താ തോന്നണേ? ഈ പറഞ്ഞ കടന്നുപോയ ഒരു ജേർണി ഉണ്ടല്ലോ, ആ ജേർണിനെ പറ്റി ആലോചിക്കുമ്പോഴേക്കും ഇപ്പം എന്താ ഫീൽ ആക്ച്വലി? ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഏറ്റവും ഡിഫിക്കൽട്ടായ ഫേസ് നമ്മൾ കഴിഞ്ഞ്, ഇനി സാർമാർ വരുമ്പോൾ ജീവിതം ഇനി ബാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ വരാൻ മതി. അപ്പോൾ ഈ 2 കൊല്ലം ഞാൻ റിപ്പീറ്റ് ആണല്ലോ. അപ്പോൾ 2 കൊല്ലം ഞാൻ അത്രയും സ്ട്രെസ് ചെയ്തതിന് ഇതിനുള്ള ഇത് മെറിറ്റ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നല്ലൊരു കോളേജിൽ നല്ലൊരു ഇതിൽ കിട്ടുക.
അപ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇത്രയും സ്ട്രെസ് എടുത്തിട്ടാണല്ലോ നമുക്ക് കിട്ടണമെന്നുള്ളൊരു അങ്ങനെ ഒരു സന്തോഷത്തിലാണ്. ഇപ്പോൾ സന്തോഷത്തിലാണ് മൊത്തത്തിൽ. ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണെ, എത്ര റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട്? എന്നാലും നിനക്കിപ്പോൾ നിന്റെ സ്കോർ നിനക്കറിയാം. ആ സ്കോർ വെച്ചിട്ട് എത്ര കിട്ടുന്നത് വിചാരിക്കുന്നത്? ആക്ച്വലി ഫസ്റ്റ് 100ന്റെ ഉള്ളിൽ വരും എന്നാണ് ഒരു പ്രതീക്ഷ. 100ന്റെ ഉള്ളിൽ വെക്കുന്നത് വിചാരിക്കുന്നത്. സാറെന്നങ്ങനെ പറഞ്ഞു. ശരി, നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഏത് കോളേജിൽ പോകും? ഫസ്റ്റ് പ്രിഫറൻസ് നമ്മളെ CMC കാലിക്കറ്റ് തന്നെയാണ്. വൈ നോട്ട് എയിംസ്? എയിംസ് ഇല്ല, അല്ലെങ്കിൽ ജിപ്മർ ഇല്ല? ഇല്ലാന്നല്ല, നമ്മളേറ്റവും അറിയുന്നത് ഞാൻ ജനിച്ചത് എല്ലോ CMC-ലാണ്. നീ ജനിച്ചത് ഇവിടെ തന്നെയാണ്? അപ്പോൾ വീടും ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ CMC ആണ് ഏറ്റവും നമ്മൾ അറിയുന്നത്. സാർമാരും എല്ലാം അറിയുന്നത് CMC-നെ പറ്റിയാണ്. പക്ഷേ എയിംസൊക്കെ ഉണ്ട്, കിട്ടിയാ പോവാന്നുള്ള ശരിക്കും അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്നുള്ള. ഞാൻ ഇങ്ങനെ നിങ്ങളോടൊക്കെ പറയുന്ന ഒരു സാധനമാണ്, കൺസിഡർ എയിംസ് അല്ലെങ്കിൽ ജിപ്മർ കൺസിഡർ ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു സാധനം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളി. നിങ്ങളെ ഫാദറിനോടും മദറിനോടും എല്ലാവരോടും കൂടി ആലോചിച്ച് നോക്കി ഏതൊക്കെ എയിംസിൽ പോകാൻ വേണ്ടി പറ്റും. ഡൽഹി എയിംസ് പറ്റുമോ എന്നുള്ളതായിരുന്നു നോക്കാം. ഡൽഹി എയിംസ് പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡൽഹി എയിംസിൽ തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഡൽഹി എയിംസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫേസ് 1 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു 5-6 എയിംസ് വേറെ ഉണ്ട്. ജോധ്പൂർ, ഋഷികേശ്, ഭുവനേശ്വർ, പാറ്റ്ന, അങ്ങനെ കുറച്ച് ഇതുണ്ടല്ലോ. അതിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ ഭോപ്പാൽ ഉണ്ട്, അങ്ങനത്തെ ഏതെങ്കിലും ഒരു എയിംസിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ നോക്കണോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് വെച്ചാൽ കാര്യമായിട്ട് ആലോചിച്ച് നോക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ജിപ്മർ ഉണ്ട്. ജിപ്മർ പോണ്ടിച്ചേരിയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ കലീൽ അവിടെയാണ് ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ തന്നെ 2 കുട്ടികളുണ്ട്. അതിന് മുന്നേ മൊത്തത്തിൽ ഇപ്പോൾ ജിപ്മറിൽ നമ്മുടെ ഒരു 5 കുട്ടികൾ അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോപ്പിൽ തന്നെ പഠിച്ച ആൾക്കാർ. ഫൈനൽ ഇയറിൽ ഹൗസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ പറയാം, അത് കൺസിഡർ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഞാൻ പറയാം, കാലിക്കറ്റ് എപ്പോഴും നമ്മുടെ 3ാമത്തെ ഓപ്ഷനായിട്ട് വെച്ചാൽ മതി. മറ്റേത് 2 ഇല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം ഉണ്ടല്ലേ പറയാൻ വേണ്ടിയിട്ട്. നമ്മളത് മതി എന്ന് പറയുമ്പോൾ അത് മാറ്റി വെച്ചാൽ അതിൻ്റെ മേളിൽ ആലോചിക്കാൻ പറ്റാന്ന് പറയുന്നതിൽ ഭയങ്കര സന്തോഷ സാധനങ്ങളുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. മാർക്ക് കണക്കൂട്ടിയ പോലെ തന്നെ വരട്ടെ എന്നുള്ളൊരു സ്ഥാനത്തിലേക്കാണ്. ഈ പഠിക്കാനുള്ള ആൾക്കാർ ഇപ്പോൾ ഡെഫിനറ്റായിട്ടും നീ ഇപ്പോൾ എൻട്രൻസ് കഴിഞ്ഞിരിക്കുമ്പോൾ നിൻ്റെ അടുത്ത് ആൾക്കാരൊക്കെ വരലുണ്ടോ? എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പഠിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാൻ വരുമോ? അങ്ങനെ ആരും അതല്ല, റിസൾട്ട് പുറത്ത് വരാത്തോണ്ടേ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതില്ല, നാട്ടിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അറിയിച്ചിട്ടൊന്നുമില്ല. കിട്ടാൻ ചാൻസ് ഉണ്ട്. കട്ട് ഓഫ് നിങ്ങൾക്ക് 4 ആൾക്കാർക്ക് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പറയാനെന്തൊരു മടിയുണ്ടോ? അതല്ല, ആരോടും ഇപ്പോൾ പറയേണ്ട സാധനങ്ങളില്ലാതെ എല്ലാവരും. സപ്പോസ് ഇപ്പോൾ നിൻ്റെ ഒരു അനിയൻ, ഇപ്പോൾ ഒരു കസിനോ അല്ലെങ്കിൽ അനിയനോ ആരെങ്കിലും ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്, എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞു കൊടുക്കും? അത് നമ്മളെ ടോപ്പൻ ടീഷർട്ടിൻ്റെ ബാക്കിലുള്ള തന്നെ ഹാർഡ് വർക്കാണ്. ഇരുന്ന് പണിയെടുത്താൽ പിന്നെ നമുക്കൊരു ആഗ്രഹവും വേണം. സത്യം പറഞ്ഞാൽ ഒരു ഇഷ്ടമില്ലാണ്ട് ചെയ്തൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇഷ്ടം കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താ ഒരു ഇഷ്ടം വരും സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും. ഇനിയിപ്പോൾ 2 വർഷം നീറ്റിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മളെ എയിംസ് 3ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിലെ കുട്ടികളെയും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ സ്കൂളിലെ കുട്ടികളിൽ നിന്ന് ഇപ്പോൾ ഒരു 6 പേർക്ക് ഓൾറെഡി കട്ട് ഓഫിൻ്റെ മേളിലുണ്ടാവും. 6 ഗവൺമെൻറ് MBBS +2 കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. നീയും അവരും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ കാണുന്നുണ്ടാവുക? എന്തായിരുന്നു ആക്ച്വലി ചെയ്യേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ +2 പറഞ്ഞാൽ നമുക്കൊക്കെ +2 പറഞ്ഞാൽ ഒരു സ്കൂൾ ലൈഫ് എന്താ വെറുതെ പഠിച്ചു പോകാന്നുള്ളൊരിതല്ലേ. അപ്പം അന്ന് എൻട്രൻസ് തന്നെ സാധനം തന്നെ നമ്മൾ നോക്കാറില്ല. ഓലിപ്പോൾ നമ്മളിപ്പോൾ പോയപ്പോൾ തന്നെ കാണുന്നത് അവിടെ കുട്ടികളൊക്കെ ഉണ്ട് ഓടിയായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് ഓടിപ്പോയിട്ട് എപ്പോഴും പഠിക്കുക. നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ബ്രേക്ക് എടുത്താലും ഓല് അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. ഓൽക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം, കറക്റ്റ് ഷെഡ്യൂൾഡാണ്. ഓൽക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഓൽക്കറിയാം. നമ്മളെ +2 ലൈഫ് എന്ത് കഴിഞ്ഞു, വെറുതെ സ്കൂളിൽ പോവുക, പഠിക്കുക. ശരിക്കും ഇപ്പോൾ വരുന്ന ഒരു +2 കുട്ടീനോടോ അല്ലെങ്കിൽ ആൾക്കാരോടൊക്കെ നീ ഇങ്ങനെ ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ കസിനോ ഒരു അനിയനോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നീ എന്ത് അഡ്വൈസാണ് കൊടുക്കുക? എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക? ആദ്യം താല്പര്യം വേണം. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഷെഡ്യൂളിൽ നല്ലൊരു പോയിട്ട് കറക്റ്റ് പഠിച്ച് തുടങ്ങുക. സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ തുടങ്ങിയാൽ നമ്മൾ കിട്ടും. എന്തായാലും കറക്റ്റ് ഷെഡ്യൂൾഡായിട്ട് കറക്റ്റ് ചെയ്തു പോയാൽ നമ്മൾ ഇവിടെ തന്നെ സാറ് പറയലുണ്ടല്ലോ, നമ്മൾ +1 തുടങ്ങിയാൽ തന്നെ ഒക്ടോബർ ആകുമ്പോൾ ചിലപ്പോൾ നവംബറൊക്കെ ആകുമ്പോൾ +1 തീരും, പിന്നെ +2 തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് നമുക്ക് ഷെഡ്യൂൾഡ് ആയിരിക്കും, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു ഇതിൽ പോയാൽ നമ്മൾ എന്തായാലും കിട്ടും, സുഖമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നില്ല. നിങ്ങളെപ്പോഴും അറിഞ്ഞത് ഇവന് ഇത്ര മാർക്കുണ്ട് അല്ലെങ്കിൽ ഇവന് നല്ലൊരു റാങ്ക് ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ എപ്പോഴും അറിഞ്ഞിട്ടുണ്ടായിരുന്നു? ആക്ച്വലി എനിക്ക് ഓർമ്മയുള്ള എന്താണെന്ന് വെച്ചാൽ അന്ന് എക്സാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇവനിവിടെ ഒറ്റയ്ക്ക് ബൈക്ക് എടുത്തിട്ടാണ് ഓഫീസിലൂടെ വന്നേ. ഇവിടെ നോക്കി അവരോട് ഒരു നല്ല റാങ്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. ഇത് ഇവനെപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞത്? ഇവൻ പറഞ്ഞില്ല, ഇവൻ ഏകദേശം കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു ഇത്ര മാർക്ക് വരാൻ സാധ്യതയുള്ളൂ, ദേഷ്യമൊന്നും പിടിക്കാതെ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും മാർക്ക് കുറയുന്നതാണ്. ആദ്യം ജാമ്യം എടുത്തേ ഫസ്റ്റ്.
എന്നിട്ട് ഞാൻ അന്ന് അവനോട് പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല, ആ കോൺഫിഡൻ്റ് ആണ്, അത് ഉഷാറായി വന്നോളും എന്നാണ്. നിങ്ങൾ എന്താ ഇവന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടാനുള്ളത്? LKG മുതലേ എല്ലാത്തിലും നമ്പർ 1 ആയി വന്ന ആളാണ്. ആണ്, സ്വന്തമായിട്ട് പഠിച്ചോളൂ, സ്വന്തമായിട്ട് പഠിച്ച അവൻ്റെ പ്രയത്നത്തിൽ തന്നെ വന്നതാണ്. ആണ്. നിങ്ങൾ എത്രത്തോളം അതിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്? ഫുൾ സപ്പോർട്ടാണ്. ആണ്. എന്ത് അവനെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്ന അവൻ ചെയ്യാറ്, സാമ്പത്തികമായിട്ട് എന്ത് വേണം ഞാൻ ചെയ്തെടുക്കുന്നില്ല. പഠിത്തത്തിൽ അവന് മുന്നോട്ട് പോകണ അവൻ്റെ തീരുമാനം. അപ്പോൾ നിങ്ങൾക്ക് ഇവന്റെ പുറത്തൊരു ട്രസ്റ്റ് ഉണ്ട്, വന്നു കഴിഞ്ഞാൽ എന്തായാലും ആവുന്നുള്ള. ഈ കഴിഞ്ഞ വർഷത്തെ ഒരു സംഭവം പറയുന്നുണ്ട്, പിന്നെ 620 മാർക്ക് കിട്ടിയിട്ട് വേറെ എന്ത് കോഴ്സ് ഇട്ടാലും പോകാൻ ആള് റെഡി ആയിരുന്നു പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാണ്, അവൻ പോകാൻ കാരണം ഞാൻ പറഞ്ഞതാണ്, നീ പഠിച്ച MBBS തന്നെ കിട്ടും, അതൊരു മാറ്റി വെച്ചിട്ട് പ്രാവശ്യം ഒന്നുകൂടി എഴുതും, കിട്ടുന്നുള്ള കോൺഫിഡൻസ് നിങ്ങളുടേതായിരുന്നു, നിങ്ങളുടെ സ്ഥാനത്തിലായിരുന്നു. ഓരോ വലിയ ഓരോ മാർക്ക് ലിസ്റ്റ് അയച്ചു തരുമ്പോൾ ഞാൻ താഴോട്ടല്ല ഏറ്റവും മുളെ കാണും, താഴെ നോക്കലില്ല. താഴെ നോക്കിയാൽ ഏതെങ്കിലും കാരണവശാൽ ഒരു താഴെ വന്നാല് അന്ന് അവനെ വിളിച്ച് ഞാൻ കാര്യം പറയും. എന്താ നിങ്ങൾ പറയാ ശരിക്കും? ഉപ്പം തരി പറയണ്ടാവും അടുത്ത് നോക്ക് എന്താ കിട്ടും അറിയാം. അപ്പൊ ഈ എന്താ തെറ്റ് വരുന്ന എവിടാ നോക്ക്, അത് ക്ലിയർ ചെയ്യാൻ നോക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ അഡ്വൈസും തരും. ശരിക്കും ഈ എത്രത്തോളം ഇൻവോൾവ് ആയിരുന്നു നിങ്ങൾ രണ്ട് പേരൻസ് ഇവന്റെ കാര്യത്തില്? 100% ആണ്, 100% ഇൻവോൾവ്. നിനക്ക് അതിനകത്ത് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവരിങ്ങനെ ഇത്രയൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഫീലോ? എന്താ ആവശ്യം വന്നാലും വിളിച്ചാല് എന്ത് ഇവിടെ ഇല്ലാത്തോണ്ട് എന്താ ആവശ്യം വന്നാലും ഉമ്മ വരും, വിളിച്ചു വരുത്താല് സാറിന് കാണുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഉച്ചക്കൊക്കെ എന്താവശ്യം ഉണ്ടെങ്കിലും എനിക്ക് അസുഖമില്ലാത്ത ടൈമിനൊക്കെ എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും വരും, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ വരും, എല്ലാത്തിലും കൂടെ ഉണ്ടാവും എപ്പോഴും. എനിക്കൊരു ട്രസ്റ്റ് ആണ് സാറ്. എക്സാമിന്റെ അന്ന് ഉച്ചക്ക് തന്നെ വിളിച്ചിട്ട് ഈ എക്സാം എഴുതിയോ നല്ലൊരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് സർപ്രൈസ്? മാത്രമേ പറഞ്ഞില്ല, കുന്നാമല ഒരു ഹോട്ടലിലേക്ക് വരാൻ മക്കളെ 3 കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അവിടെ വന്ന് അവർ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട വ്യക്തി അതാണ്. എത്ര നാളെ ഇപ്പരെ കണ്ടിട്ട് ആക്ച്വലി ലാസ്റ്റ്? 1.5 വർഷമായി. അല്ല, കഴിഞ്ഞ റിപ്പീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ആക്ച്വലി വന്നിട്ടൊന്നുമില്ല. അല്ല, കഴിഞ്ഞ കൊല്ലം റിപ്പീറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ നാട്ടിലില്ല? ഇല്ല, റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ വന്നിക്കുന്നു. പക്ഷേ റിസൾട്ട് വന്ന് ഈ ഒരു പ്രതിസന്ധി വന്ന സമയത്തേക്ക് നിങ്ങൾ നാട്ടിലില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അച്ചീവ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് വരണുണ്ടാവുക. അത് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത് പറയാണ്ടിരുന്നത്. പരീക്ഷയ്ക്കൊരു മൈൻഡ് മാറിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പരീക്ഷയ്ക്ക് മൈൻഡ് പോകണ്ടെന്ന് 3-ാം തീയതി വരാൻ ഉദ്ദേശിച്ച ആളാണ്. 4-ാം തീയതി പരീക്ഷ ഇവിടെ പറഞ്ഞ് അത് വേണ്ട. ഇപ്പം വന്ന് അറിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ നിങ്ങളെ കാര്യങ്ങൾ മൊത്തം 36 കൺട്രോൾ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഇവന്റേതും നിങ്ങളതും എല്ലാം കൺട്രോൾ ചെയ്യല് അങ്ങനെയുണ്ട്. അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞോ ശരിക്കും 5-ാം തീയതി വന്നാൽ മതി. അല്ലെങ്കിൽ ഓനെ ഒപ്പനെ കണ്ടാലും ഭയങ്കര ഡൗൺ ആവും, ഇമോഷണൽ ആയി പോയി ചിലപ്പോ അല്ലേ? അത് ഞാൻ അനുഭവിച്ചു. 5-ാം തീയതി ഞാൻ അനുഭവിച്ചു. നമുക്ക് ഓൾറെഡി അറിയായിരുന്നു ഇതിന് കിട്ടുന്നുള്ള കാര്യം. കിട്ടിയതിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ഭയങ്കര സന്തോഷം. അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. നിങ്ങളെന്തായാലും വെക്കേഷൻ താരങ്ങളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ശരിക്കും എന്ത് ചെയ്യാം, നമുക്കൊരു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നല്ലൊരു സെലിബ്രേറ്റ് ചെയ്യണം അതല്ലേ? എന്തായാലും ഞാൻ പറഞ്ഞത് അത്രയും വൈകണ്ടെന്നുള്ളതാണ്. നിങ്ങളെ ഇവനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സാറന്മാർ അല്ലെങ്കിൽ നാട്ടുകാർ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരു ചെറിയ ചെറിയ സൂചനകൾ കിട്ടുണ്ടാവും എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് പറയാം. ഡെഫിനറ്റ്ലി നല്ല റാങ്ക് വരട്ടെ എന്നുള്ളൊരു സാധനമാണ്. പറ്റുകയാണെങ്കിൽ അതുകൊണ്ടാണ് റാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡിയായിട്ട് സൂചന കൊടുക്കാലോ. കിട്ടുണ്ടാവും. പിന്നെ ആൾക്കാർ ചോദിക്കണ്ടല്ലോ എന്തായിന്ന് ചോദിക്കേണ്ട ആൾക്കാരുണ്ടാവില്ല. കിട്ടും. അത് തന്നെ, അതിൽ തന്നെ പോയാൽ മതി. എന്നാ പിന്നെ ആവട്ടെ, വലിയ സന്തോഷം. സാധനങ്ങളായിട്ട്